രാജശേഖർ സാറേ, ദൂരദർശൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒരു വികാരമാണ്. ഒരു കാലത്ത് വിനോദത്തിനാണെങ്കിലും വിജ്ഞാനത്തിനാണെങ്കിലും ദൂരദർശൻ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ദൂരദർശൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വകാര്യ ചാനലുകളൊക്കെ വന്നപ്പോൾ ഒരല്പം പ്രഭ മങ്ങിയെങ്കിലും ദൂരദർശനെ തള്ളിപ്പറയാൻ നമ്മളാരും തയ്യാറുമല്ല. ദൂരദർശന് ഒരു പുതിയ നിറം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇംഗ്ലീഷ്, ഹിന്ദി വാർത്താ ചാനലുകൾ, ദൂരദർശൻ്റെ ചാനലുകൾക്ക് കഴിഞ്ഞ ദിവസം മുതൽ കാവി നിറം കൊടുത്തിരിക്കുകയാണ്. ഈ കാവി നിറം ഇപ്പോൾ ദൂരദർശന് കൊടുക്കേണ്ട എന്താവശ്യമായിരുന്നു സാർ ഉണ്ടായിരുന്നത്? അല്ല, ഒരു കാര്യമുണ്ട്. ഒന്നാമത് ആദ്യം ഈ പറഞ്ഞ വാചകത്തിൽ ഒരു കറക്ഷൻ. കേന്ദ്ര സർക്കാരല്ല ദൂരദർശൻ നിറം കൊടുക്കുന്നത്. ദൂരദർശൻ ആ അർത്ഥത്തിൽ സ്വതന്ത്ര സ്ഥാപനമാണ്. അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ വന്ന സന്ദർഭത്തിലാണ് ദൂരദർശൻ ആവശ്യമായ സ്വാതന്ത്ര്യം ഓട്ടോണമി കൊടുത്തത്. അതുകൊണ്ട് നിറം എന്ത് നിറം എടുത്താലും ഇപ്പൊ എന്ത് നിറം എടുത്തുന്ന പരാതി ഇപ്പോ കാവി നിറം കൊടുത്തു അങ്ങനെ. അതിന് ഉത്തരം ഞാൻ പറയാം. അരിയും തിരുന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്നൊരു പ്രയോഗം ഒരു പ്രയോഗം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്ത ശേഷം കാവി എന്ന് പറയുന്നത് ഭാരതത്തിന്റെ തനത് നിറവാണ്, ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണ്, ത്യാഗത്തിന്റെ പ്രതീകമാണ്. ആ ധന്യമായ പ്രതീകാത്മകമായ നിറത്തോടെ ചെയ്യാവുന്ന ദ്രോഹം എല്ലാം ചെയ്ത് ആ സ്ഥാനത്ത് ചൈനക്കാരന്റെ ചുവപ്പും പാകിസ്ഥാന്റെ പച്ചയും വേണ്ടത്ര കുത്തിച്ചേർത്ത് ചേർത്ത ശേഷം എവിടെയെങ്കിലുമൊക്കെ കാവി നിറം അത് ദൂരദർശന്റെ സ്ക്രീനിലോ ക്ഷേത്രങ്ങളിലോ ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലോ എങ്കിലും അറിയാതെയെങ്കിലും ആ കളർ സ്കീമിന്റെ താല്പര്യത്തിന് പേരിൽ ഏതെങ്കിലും ഒരു കലാകാരൻ കാവി അടിച്ചു കഴിഞ്ഞാൽ ഇത് കാവ്യവൽക്കരണമാണെന്ന് പറയുന്നത് സാമാന്യ ഭാഷയിൽ, മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധമായ വിവരക്കേടാണ്. സാർ ഈ പറഞ്ഞതുപോലെ സ്വതന്ത്ര സ്ഥാപനമായ ദൂരദർശൻ അവരുടേതായ ഇന്റേണൽ ഒരു കമ്മിറ്റി തീരുമാനിച്ച പ്രകാരം കളർ മാറ്റി എന്ന് തന്നെ വെച്ചോ. പക്ഷെ ഈ പൊതു തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന സാഹചര്യം, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആരംഭിക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന് ആളുകൾ വോട്ട് ചെയ്യുന്നത് ദൂരദർശന്റെ നിറം നോക്കിയാണ്. അല്ല, അതൊരു സ്വാധീനിക്കാനാണെന്ന്. കാവി അടയാളമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ കേരളത്തിൽ, ഭാരതത്തിലുണ്ടോ? കാവി ചിഹ്നമുള്ള ഏതെങ്കിലും പാർട്ടിയുടെ കുട്ടിയുടെ നിറവാണ്. പച്ച വെച്ചാലാണെന്ന് പറയാം, ചുവപ്പ് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയാം. ഇനി 3 പേർ വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ. അതിനകത്ത് ഇത് അതിനപ്പുറമായിട്ട് കാവി മാത്രമായിട്ടൊരു കൊടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ടോ? ഇല്ലല്ലോ. ഇനി അതുമല്ല, അത്രയ്ക്ക് വലിയ കാവി വിരോധം ഉണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്ന നേരത്തിന് ഇവന്മാരനെ കണ്ണ് പൊത്തി നടക്കുമോ, ഗാന്ധാരിയെ പോലെ കണ്ണു കെട്ടി നടക്കുമോ? സാറേ, സാറ് പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പൊ കാവി നിറം ഇത്രയും വിവാദമാകാൻ കാരണം ഇപ്പൊ ദൂരദർശൻ കഴിഞ്ഞ ഇടയ്ക്കാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത്. അത് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലടക്കം DYFI അടക്കമുള്ള സംഘടനകൾ ഓഫീസുകൾ ഉപരോധിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി. കേരള സ്റ്റോറി പോലെ ഒരു ആശയമുള്ള ഒരു പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് ആരോപിക്കപ്പെടുന്നു. ഈ കേരള സ്റ്റോറി ഹൈക്കോടതി ഉണ്ടല്ലോ. അത് ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പോ ഒരു പ്രൊപ്പഗാൻഡ ഫിലിം എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സിനിമ ദൂരദർശൻ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകൾക്കുള്ളിലാണ് ഈ നിറം മാറ്റവും വരുന്നത്. ശരിയാണ്, പണ്ട് ദൂരദർശൻ ഈ കാവി നിറം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അതിനുശേഷം നിറം മാറിയാണ് ഇപ്പോഴത്തെ ഒരു ടെംപ്ലേറ്റിൽ എത്തിയത്. വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ഈ വാദങ്ങൾ നിറത്തിന് എണ്ണത്തിന് പരിമിതി ഉണ്ടല്ലോ. അപ്പൊ മാറി കിടക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ഷർട്ടിന്റെ നിറം തന്നെ എന്നും ഒരു നിറവിലിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. അൺലെസ് ഞാൻ പ്യുവർ വെള്ളം ഉപയോഗിക്കുന്ന ആളല്ലെങ്കിൽ അത് മാറി വരുമ്പോൾ പഴയ കളർ പിന്നെയും വരും. അതിലെനിക്കും എൻ്റെ വീട്ടുകാർക്കും എന്നെ കാണുന്നവർക്കും കൂടുതൽ ഇഷ്ടമുള്ള നിറം ഞാൻ കൂടുതലിടും. അപ്പൊ വിചാരിച്ചോ, നിങ്ങളെ പോലെ ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗവൺമെന്റ് നാളെ ശരത്ത് വരുമ്പോഴത്തേക്ക് ഈ കളറുള്ള ജാക്കറ്റ് ഇട്ട് വരണമെന്ന് പറഞ്ഞാല് ചെയ്യത്തില്ലേ? അതുപോലെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ആഗ്രഹിക്കുന്ന, അംഗീകരിക്കുന്ന, ആരാധിക്കുന്ന, അഭിമാനിക്കുന്ന നിറമാണ് കാവി. അത് ദൂരദർശനം സ്വീകരിച്ച അത്രയല്ലേ ഉള്ളൂ.
ഇതിപ്പോ സാർ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഇറങ്ങി. വന്ദേ ഭാരത് ആദ്യം വന്നപ്പോൾ വെള്ളയും നീല നിറത്തിലുള്ള ഒരു ട്രെയിനാണ് ആദ്യം ഇറങ്ങിയത്. പിന്നീട് അതിന് ഒരു കാവി നിറത്തിലുള്ള ഒരു സെക്കൻഡ് കളറോടെ കൊടുത്തു. ശരിയാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള കളറുള്ള ട്രെയിനിൽ വരുന്ന കാണാൻ കണ്ണിനൊരു സുഖമൊക്കെയാണ്. അത് ആദ്യം തന്നെ വിട്ടത് കേരളത്തിലോട്ടാണ്. ആദ്യത്തെ കാവി നിറത്തിലുള്ള ട്രെയിൻ ആദ്യം വന്ന കേരളത്തിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ ഡിവൈഎഫ്ഐക്കാരെല്ലാരും കൂടി ചെന്ന് കേരള സ്റ്റോറിക്കെതിരെ സമരം ചെയ്തു. അതിന്റെ 1 മാസം പോലും തികയുന്നതിന് മുമ്പ് ദൂരദർശൻ തന്നെ കാവ്യാക്കി. ഇതൊക്കെ കേരളത്തിലുള്ള സഖാക്കന്മാർക്ക് കിട്ടി അടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മോദി ചെയ്യുന്നു എന്നൊക്കെയാണ് ആരോപണം. മോദി ഇത് ലോകത്തിന് മാതൃകയായി ലോകം മാറ്റാൻ വേണ്ടി അതിന് ഉപകരിക്കുന്ന രീതിയിൽ ഭാരതത്തെ ആത്മനിർഭരമാക്കാൻ വേണ്ടി ഭാരതത്തിന്റെ വികാസത്തിന് വേണ്ടി സബ്കെ സാത്ത് സബ്കെ വികാസ് സബ്കാ പ്രയത്നം സബ്കാ വിശ്വാസ് ഇതെല്ലാം ക്രോഡീകരിച്ച് ഭാരതത്തെ ലോകത്തിന് മാതൃകയാക്കി വെക്കാനും ഭാരതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിക്കുന്ന മോദി ദൂരദർശന്റെ കളർ സ്കീം അതൊക്കെ വെറുതെ പറയാമെന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഗൗരവമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇത് ഈ സംശയം ഉയർത്തുന്ന ആരാ? ഏതാണ്ട് ചൈനയുമായിട്ടുള്ള ഭാരതത്തിന്റെ യുദ്ധത്തിന് ശേഷം ഒറ്റുകാരാണെന്നും വഞ്ചകനാണെന്നും ഭാരതത്തിലെ പൊതുസമൂഹം പറഞ്ഞു തള്ളിയ കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യും കാലും പിടിച്ച് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും സാഹിത്യ അക്കാദമികളിലും ചരിത്ര നിർമ്മാണ ഗവേഷണ കൗൺസിലുകളിലും ഒക്കെ കടന്നുകൂടിയിട്ട് ഭാരതത്തെ മൊത്തം കാവ്യ വിരുദ്ധമാക്കി മാറ്റുന്ന പണിയെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും കാലം അത് ചെയ്തവർ ജീവിച്ചു, ചരിത്രം വളച്ചൊടിച്ചു. കാവ്യ പ്രതിനിധാനം ചെയ്യുന്ന കാവ്യയെ അംഗീകരിക്കുന്ന സമൂഹത്തിനെതിരായിട്ടുള്ള കലയും സാഹിത്യവും ഒക്കെ വന്നു. ഇപ്പോഴും ഞാൻ പറയാം, ദൂരദർശനിലും ഓൾ ഇന്ത്യ റേഡിയോയിലും ഒക്കെ ഇരിക്കുന്ന പല ആളുകളും ഈ പറയുന്ന കാവ്യവിരുദ്ധ ശക്തികളുടെ ആൾക്കാരാണ്. എന്തിന് ജുഡീഷ്യറിയിൽ പോലും. എന്നിട്ടും സഹിച്ചു പോകുന്ന ഒരു സമൂഹത്തെ ഈ പരത്തി ചോദ്യം ചെയ്യുമ്പം ആ ചോദ്യത്തിന് മുന്നിൽ തങ്ങൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങളുടെ തെറ്റുകളുടെ കുറ്റപ്പെടുത്തൽ, അത് അവരെ തന്നെ കുറ്റപ്പെടുത്തുക, അതിന്റെ പേരിലാണ് വഴിയിറങ്ങി ബഹളം ഉണ്ടാക്കുന്നത്. അവരെന്ത് കള്ളനറിയാമല്ലോ എങ്ങനെയാ മോഷ്ടിക്കുന്നത്, എവിടെയൊക്കെ മോഷ്ടിച്ചതെന്ന്. ശരിയാണ്. അപ്പൊ അവര് ചെയ്തത് മറ്റുള്ളവരുടെ മുന്നിൽ ആരോപിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പാണെങ്കിലും അല്ലെങ്കിലും ജനങ്ങൾ ഇതൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല. സാർ അത് പറയുമ്പോൾ തന്നെ ഞാനൊരു അതിൻ്റെ മറുഭാഗം കൂടെ പറയാം. ഇപ്പോൾ ദൂരദർശൻ കാവ്യ നിറം ആക്കി അതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഈ സംഘികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗം അതിനെ ന്യായീകരിക്കുന്നു, അതിനെ എതിർക്കുന്നവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. പണ്ട് ഏഷ്യാനെറ്റിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് കുറച്ചുകാലം ജോലി ചെയ്യാൻ വന്നിരുന്നു. ജോൺ ബ്രിട്ടാസ് പോയപ്പോൾ ഏഷ്യാനെറ്റിന്റെ ലോഗോ ചോപ്പിച്ചിട്ടാണ് പോയത്. അന്ന് ഇതേ ആളുകൾ തന്നെ വിമർശനം ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ തീരുമാനപ്രകാരം ഏഷ്യാനെറ്റ് എത്തിയ ജോൺ ബ്രിട്ടാസ് ഏഷ്യാനെറ്റ് ലോഗോ ചോപ്പിച്ചിട്ട് പോയിരുന്നു. പക്ഷെ അതും ഇവിടെ ദൂരദർശൻ കാവ്യ വരുമ്പോൾ ആ ഒരു കമ്പാരിസൺ വരുന്നില്ലല്ലോ. അതൊന്നുണ്ടായിരിക്കും. അല്ല, അവിടെ കമ്പാരിസൺ വേണ്ട. കാരണം ഏഷ്യാനെറ്റ് സ്വതന്ത്ര സ്ഥാപനം. ഇത് ഭാരത സർക്കാർ പണം കൊടുത്ത് ഓട്ടോണമസ് സമരം അതുകൊണ്ട് അവിടെ നമ്മൾ ഈ ചർച്ചയ്ക്ക് വേറെ ആരും പോകുന്നില്ലല്ലോ. ഇപ്പൊ ജോൺ ബ്രിട്ടാസിന് ഇന്ന് കാണിച്ചൊരു പണിയുണ്ട്. എലക്ഷന്റെ ഈ നിയമസംഹിത ആചാര സംഹിത നിലനിൽക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോയിട്ട് ഒരു പ്രസംഗം നടത്തി. അനധികൃതമായിട്ട് ചെയ്തത്, ചെയ്യാൻ പാടില്ലാത്ത പണി ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസർമാരായിട്ടും പോളിംഗ് ഓഫീസർമാരെയും പോകാൻ സാധ്യതയുള്ളവരെ വിളിച്ചിരുത്തിയിട്ട് രാഷ്ട്രീയം പറയുക. തുടർന്നിട്ടും യാതൊരു ഔചിത്യബോധവും ഇല്ലാതെ എവിടെ ചെന്ന് രാഷ്ട്രീയം പറയുന്ന ഒരു രീതിയുള്ളവരാണ് ഇടതുപക്ഷം. എങ്കിലും ഇടയ്ക്ക് അങ്ങ് പറഞ്ഞ ഒരു വാചകത്തിന് മറുപടി അറിയാൻ പറ്റില്ല. സംഖ്യ എന്ന സംഭവം നടത്തിയില്ലേ? ഞാൻ പറയുന്നതല്ല, ആര് പറയുന്നതാണെങ്കിലും സംഖ്യ, ചാണക സംഖ്യ എന്നൊക്കെ വിളിയുണ്ട്. സംസ്കാരത്തിന് ലെവലേശമുള്ള ഒരു തരത്തിലേക്ക് പോകുമോ? ഇത് പറയുമ്പോൾ അതിന് മറുപടിയുണ്ട്, സംഖ്യ നല്ല വാക്കാണ്. വാക്ക് നല്ലതാണ്. സംഖ്യയുടെ വാക്കിനകത്ത് കമ്മി എന്ന് പറയുന്ന പോലെ സുഡാപ്പി എന്ന് പറയുന്ന പോലുള്ള മോശം ഇതൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലെ പ്രവർത്തകർക്ക് അവരിട്ടൊരു പേരുണ്ട്, സ്വയം സേവകൻ. അവരെ വേറെന്തെങ്കിലും ഇട്ട് പേരിട്ട് വിളിക്കുന്നതിന് സ്വാതന്ത്ര്യം ആർക്കുമില്ല. പിന്നെ ചാണക സംഖ്യ എന്ന് പറയുന്നതിന്റെ പേരില്ല, പശുവിനെ കൊല്ലരെന്ന് പറയുന്നതിന്റെ പേരിലോ. അങ്ങനെയെങ്കിൽ പന്നിയെ കൊല്ലരെന്ന് പറയുന്നവരെ എന്താ വിളിക്കേണ്ടത്? പശുവിനെ കൊല്ലരെന്ന് പറയുന്നവർ ചാണക സംഖ്യ, പന്നിയെ കൊല്ലരെന്ന് പറയുന്നവർ എന്താ വിളിക്കേണ്ടത്?
പട്ടിയെ കൊല്ലാതെ വളർത്തുന്നവരെന്താ വിളിക്കേണ്ടത്? ഇതൊക്കെ സമൂഹം തിരിച്ചു ചോദിക്കാത്തതിൻ്റെ ആ വീഴ്ചയിൽ നിന്നുണ്ടാകുന്ന അഹങ്കാരമാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമല്ലേ? വ്യക്തമാണ് സാർ പറഞ്ഞ, വളരെ വ്യക്തമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ക്യൂബയില് ഫിഡൽ കാസ്ട്രോ ഗോവധത്തിനെതിരെ നിയമം ഉണ്ടാക്കി. അതിന്റെ പശ്ചാത്തലം വേറെ മാറി നിൽക്കട്ടെ, ഞാനത് പറയാൻ വരുന്നില്ല, ഇപ്പം സമയം കുറവുള്ളതുകൊണ്ട്. അദ്ദേഹത്തെ ചാണക സംഖ്യ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ വിളിച്ചിട്ടുണ്ടോ? ചാണക കമ്മി എന്ന് വിളിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട്? വിളിക്കത്തില്ലല്ലോ. ഇത് ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ആരെയൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. കാവ്യ വിരുദ്ധരായ ആളുകളെ പ്രീതിപ്പെടുത്തണം, പ്രീണിപ്പിക്കണം, അവരുടെ വോട്ട് കിട്ടണം. ആ വോട്ട് കച്ചവടത്തിന്റെ ഭാഗമായിട്ടുള്ള അഭ്യാസങ്ങൾ. അതാണ് വർഗസമരം. വർഗത്തിന് മേലുള്ള ചേരുന്നതിന് ഉപേക്ഷിച്ചിട്ട് വർഗീയതയും വർഗീയ പ്രീണനവും രാഷ്ട്രീയമായി മാറ്റിയ കമ്മ്യൂണിസ്റ്റുകാരന്റെ അധോഗതിയായി കാണിക്കുന്നത്. അവന്റെ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷം മാത്രമല്ല, കോൺഗ്രസ്, അങ്ങനെ മറ്റ് പല സംഘടനകളെ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് ഇവിടെ അങ്ങനെ പറയും, കാവ്യ വേണ്ടെന്ന് പറയും. വടക്കേന്ത്യ ചിലപ്പോൾ കാവ്യ വേണമെന്ന് പറയും. അതിനവർക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? അത് കഴിഞ്ഞ, അതായത് 19 ഇലക്ഷന് മുമ്പ്, 2019 ഇലക്ഷന് മുമ്പ് മണിശങ്കർ അയ്യര് നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അതിനുള്ള സഹായം ചോദിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ പോയത് മണിശങ്കർ അയ്യര്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അത് ഗുജറാത്ത് 2019 മുമ്പുള്ള ഗുജറാത്ത് ഇലക്ഷന് മുമ്പായിട്ടാണ്. കാരണം 19 ഇലക്ഷന് മുമ്പായിട്ട് ഗുജറാത്തിൽ ജയിക്കാൻ നോക്കിയതാണ്. ആ മീറ്റിംഗ് പങ്കെടുത്തത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ഡോക്ടർ മൻമോഹൻ സിംഗ്, പഴയ പ്രധാനമന്ത്രി, മണിശങ്കർ അയ്യരും, പിന്നെ വേറെ ആരുടെ കോൺഗ്രസ്സുകാരുണ്ട്. അന്നവിടെ അനുവാദം കൊടുത്തു. നിങ്ങൾ ഇനി ഹിന്ദു വിരുദ്ധരാന്ന് പറയണ്ട, നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് എനിക്ക് പറഞ്ഞാൽ മതി. പൂണൂലിട്ടോ, കാവി ധരിച്ചോ, തിലകം തൊട്ടോ, നിങ്ങൾ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പ്. അത് മിക്സഡ് ഡിപ്പോസിറ്റാണ്, കമൽനാഥ് പറഞ്ഞതുപോലെ. ഹിന്ദു വിരുദ്ധരുടെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഹിന്ദുക്കളുടെ വോട്ട് സമ്പാദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏതാണ്ട് അതേ ശൈലിയാണ് ഇന്നോ ഇന്നലെയോ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഇറക്കിയിരിക്കുന്നത്. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ആം ആദ്മിക്ക് രാംരാജ്. അവ എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ ഇപ്പൊ ചെയ്യുന്നത്, വടക്കേന്ത്യ പോയാൽ കാവിക്ക് അനുകൂലമായിട്ട് സംസാരിക്കും. അത് കോൺഗ്രസിന്റെ നയം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ നിന്നേ പറ്റുള്ളൂ. അവിടെ ചെന്ന കോൺഗ്രസിന്റെ നയം ഇത് തന്നെയാണ്. അവര് പറയാൻ പോകുന്നത് കാവിക്ക് അനുകൂലമായിട്ട് പറയും. കാവി സന്യാസിമാരുടെ തോളത്ത് കൈയിടും. അതുകൊണ്ട് ഇതൊന്നും ഒരു കാര്യമായി ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. സാർ ഈ പറഞ്ഞതുപോലെ ഒരു നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമുക്ക് ഒന്നിനെ വർഗീയവൽക്കരിക്കാൻ ചർച്ച ചെയ്യേണ്ട വിഷയം, ദൂരദർശന് കാവ്യ നിറം കൊടുക്കുന്നു, റിപ്പോർട്ടിന് നിറം മാറ്റി കാവ്യാക്കുന്നു, അങ്ങനെയൊന്നും ആക്കാൻ പോണില്ല. അല്ലെങ്കിൽ മറ്റേ സുൽത്താൻ ബത്തേരി മാറ്റി ഗണപതി വട്ടമാക്കുന്നു ഒന്നുമല്ല ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യേണ്ടത് ഭാരതത്തിലെ വളർന്നു വരുന്ന ആസ്പിറേഷണൽ യങ് ജനറേഷൻ, പ്രതീക്ഷയുള്ള, ആഗ്രഹങ്ങളുള്ള, ആകാംക്ഷയുള്ള പുതിയ തലമുറയ്ക്ക് വളർന്ന് വികസിക്കുന്നതിനുള്ള അവസരം ഉണ്ടാവണം. ഇന്ന് 21 വയസ്സുള്ള ആള് ഇന്ന് പുതിയ വോട്ടായിട്ട് കയറുന്നവൻ 47 ആകുമ്പോൾ 44, 45 വയസ്സാവും. അന്ന് അവൻ്റെ ജീവിതത്തിലെ പ്രധാന ഘട്ടമാണ്. ആ ഘട്ടമാകുമ്പം ഭാരതം ലോകത്തിലെ 3ാമത്തെ ശക്തി, അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷമുള്ള 3ാമത്തെ ശക്തിയായി മാറുമ്പം ഈ വളർച്ചയിൽ എൻ്റെയും പങ്കുണ്ടെന്ന് ഇന്ന് ആദ്യം വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരന് അഭിമാനിക്കുന്നതിന് അവസരം ഉണ്ടാവണം. ആ അവസരം ഉണ്ടാവണമെങ്കിൽ നരേന്ദ്രമോദിയിലൂടെ നിന്നേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻ ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.